നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ഒരു അച്ഛന്റെ വേഷം മോൻ കെട്ടുകയും വേണ്ട. എന്താ ഉണ്ടായതെന്താ? എന്തുണ്ടായാനാടാ? നിന്റെ ഭാര്യയുടെ അമ്മയമ്മയുടെയും വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയാണോ നീ എന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടത്? നിങ്ങൾ വരുന്നില്ലേ? മരുമകള് ചൂലെടുത്ത് അടിച്ചിറക്കാൻ നിൽക്കുകയാണോ? ഇതൊരുപാട് കടന്നുപോയി കേട്ടോ. സത്യയുടെ കാര്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടാത്തിടത്തോളം കാലം സത്യഭാമയുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? സത്യമില്ലാതെ എങ്ങനെയാ അച്ഛാ ഞാൻ? മോളെ, നിന്നെ മനസ്സിലാക്കിയ അച്ഛൻ സാധിക്കും. നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത്? പൊന്നി പൊന്നി, ഈ സാരിയും കൂടി എടുത്തോണ്ട് പൊയ്ക്കോ. ഇനിയിപ്പോ ഇതിന് പ്രസക്തിയില്ലല്ലോ. എന്നെയും എന്റെ മോളെയും മനസ്സിലാക്കാത്തവരുടെ സാരി എനിക്ക് ആവശ്യമില്ല. കൊണ്ടുപോയാൽ വല്ല ദുരിതാശ്വാസമോ വെള്ളപ്പൊക്കമോ പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കാം. ആ പുണ്യമെങ്കിലും കിട്ടും. പൊന്നി, എടുത്തോണ്ട് പോ. രാഘവേട്ട വരുന്നുണ്ടോ? പൊയ്ക്കോ അച്ഛാ, സത്യമ്മെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട. രാഘവേട്ട, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. രാഘവേട്ട കേറുന്നുണ്ടോ ഇല്ലയോ? മോളെ, അമ്മേ, സത്യം ശാരദാമ്മ അവര് പോയി. നിങ്ങളുടെ ഈ ഇരിപ്പ് കാണുമ്പോ ടെൻഷൻ മുഴുവൻ എനിക്കാ. അച്ഛനുണ്ടാവുമെന്നാ എനിക്കൊരു പേടി. അച്ഛന്റെ കാര്യം അറിയാലോ. എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ പറഞ്ഞത് കയറി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ വലിയൊരു കാർമേഘം നീങ്ങിയ അവസ്ഥയില്ല ഇപ്പൊ എല്ലാവരും. അതുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവാൻ പോകുന്നെന്നാ എന്റെ നിഗമനം. അമ്മ ശാലിനിയെ വിളിക്കാൻ പോയതന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്ന ആളാ ഞാൻ.
കാരണം അമ്മ എനിക്കറിയാം, എൻ്റെ സങ്കടം കാണാനുള്ള മനസ്സ് അമ്മയ്ക്കില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോൾ പോയിരിക്കണേ. പക്ഷെ ശാലിനിയെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അമ്മ ഇതെല്ലാം മറക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. ഒന്നും ഉണ്ടാവില്ലെന്ന് സമാധാനിക്കാൻ വിഷ്ണുവേട്ടാ. സത്യമ്മയോടൊപ്പം എന്റെ കുഞ്ഞേച്ചി ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. വിഷ്ണുവേട്ടന് വേണ്ടി കുഞ്ഞേച്ചി ഓടി നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ സത്യമ്മയും കണ്ടതല്ലേ. പിന്നെ നേരത്തെ കുഞ്ഞേച്ചിയോട് ഉണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പൊ സത്യമ്മയ്ക്കില്ല. വന്നല്ലോ. അച്ഛ, ശാലിനി എവിടെ? എന്റെ അമ്മയോട് ചോദിച്ചാ. അമ്മേ, ശാലിനി എവിടെ? അവക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശിയാടാ. അങ്ങനെ തന്തയില്ലാത്തൊരു കൊച്ചിന് തന്തയൊന്നും ആകാൻ ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. ദേ, അങ്ങനെ ഒരു അച്ഛന്റെ വേഷം മോൻ കെട്ടുകയും വേണ്ട. എന്താ ഉണ്ടായതെന്താ? എന്തുണ്ടായാനാടാ? നിന്റെ ഭാര്യയുടെ അമ്മയമ്മയുടെയും വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയാണോ നീ എന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അവരെന്തൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞെന്ന് നിനക്കറിയോ? തൊലിയുന്ന അവസ്ഥയില്ല ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നത്. കണ്ടില്ലേ കൊണ്ടുപോയി പുടവ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു നിന്റെ ഭാര്യ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസക്കാർക്ക് കൊടുക്കാന്ന്. ഇപ്പൊ തൃപ്തിയായില്ലേടാ നിനക്ക്? അച്ഛ, എന്താ ഉണ്ടായത്? ഈ അമ്മ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്തല്ല, ആർക്കും ഇപ്പൊ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ തന്നെ പറയും അമ്മ എന്ന് പറഞ്ഞത് ശരിയായിരുന്നെന്ന്. എടാ, ഇത് നിന്റെ ജീവിതോ, തീരുമാനം എടുക്കേണ്ടത് നീയും. ഭാവിയിൽ വരാവുന്ന വലിയൊരു ചോദ്യത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടത് ഈ അമ്മയുടെ കടമയും. സത്യമ്മ അങ്ങനെയൊന്നും. നീ മിണ്ടരുത്. നിനക്കിപ്പോ സമാധാനമായല്ലോടാ. അമ്മയെ നാണം കെടുത്തി ഒരു വഴിക്കാക്കിയപ്പോ ആശ്വാസമായല്ലോ. എടാ, നിന്റെ സങ്കടം കണ്ടിട്ട് ഞാൻ അവളെ വിളിക്കാൻ പോയത്. എന്നിട്ട് അവൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.